വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം മാറ്റി. മറ്റന്നാൾ നടത്താൻ നിശ്ചയിച്ച ഉദ്ഘാടനം മാർച്ച് 1 മാറ്റിയത് കാരണം സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തും കൂടി ചേരുന്നുണ്ട്. കാളിദാസൻ, വലിയ ആഘോഷത്തോടു കൂടിയായിരുന്നു നമ്മൾ ഈ ഒരു ഉദ്ഘാടന വേദിയെ കാണാൻ ആഗ്രഹിച്ചത്. കാരണം അത്രത്തോളം ഒരുപാട് മനുഷ്യരുടെ സ്വപ്നം നിറവേറ്റുന്ന ഒരു വേദി. എന്താണ് ഇത്തരത്തിൽ ഉദ്ഘാടനം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്ഘാടന തീയതി മാറ്റാനുള്ള കാരണം? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമാണോ? വിവരങ്ങൾ എങ്ങനെ? അതുതന്നെയാണ് ശ്രീനിധി, അത്തരത്തിലൊരു വിശദീകരണം തന്നെയാണ് നമ്മളും മാധ്യമപ്രവർത്തകരെ അടക്കം തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ 24-ന് ലഭിച്ച റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിച്ച ഒരു പ്രതികരണം തന്നെയാണ്. അതിൽ നിന്നും കൂടിയാണ് ഇപ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നത്. ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണത്തിലേക്ക്, ഒരു ഔദ്യോഗിക വിശദീകരണത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങളുടെ മുൻ നടപടികൾ വ്യക്തമാകുമെന്നുള്ളത് കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ മറ്റന്നാൾ നടത്താനിരുന്ന 25-ന് നടത്താനിരുന്ന ആദ്യഘട്ട താക്കോൽ കൈമാറ്റം മാർച്ച് 1 മാറ്റി എന്നുള്ളതും കൂടിയാണ്. ആദ്യഘട്ട താക്കോൽ കൈമാറ്റത്തിന്റെ ഭാഗമായി 178 ഗുണഭോക്താക്കൾക്കാണ് താക്കോൽ ലഭിക്കേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഈ 178 കുടുംബങ്ങൾക്ക് ഈ താക്കോൽ കൈമാറുന്നത് എന്നുള്ളതും കൂടിയാണ്. ആ ചടങ്ങിലടക്കം പട്ടയമടക്കം കൈമാറുമെന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. നറുക്കെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള സന്തോഷമടക്കം, അല്ലെങ്കിൽ ആ ഒരു നറുക്കെടുപ്പിലൂടെ അവർ താക്കോൽ നേടുന്നതിന്, അല്ലെങ്കിൽ അവരുടെ വീട് എവിടെയാണെന്ന് നിശ്ചയിക്കപ്പെട്ടതിന്റെ സന്തോഷമടക്കം നമ്മൾ കണ്ടതാണ്, നമ്മൾ പ്രേക്ഷകരായി കാണിച്ചതും കൂടിയാണ്. ഇപ്പോൾ നിലവിൽ ഇതിന്റെ പണികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല വീടുകളും ഏറെക്കുറെ പൂർത്തിയായി, എന്നാൽ ചില വീടുകളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ താക്കോൽ കൈമാറിയതിന് ശേഷമാണെങ്കിൽ കൂടി ചിലപ്പോൾ 1-2 മാസത്തേക്ക് ചിലപ്പോൾ ചെറിയ ചില പണികൾ കൂടി അവിടെ ബാക്കി ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ ഈ താക്കോൽ കൈമാറി ഉടൻ തന്നെ അവർക്ക് താമസിക്കാൻ യോഗ്യമായ ഒരു സ്ഥിതിയിലല്ല എന്നും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചില വീടുകൾ ഏറെക്കുറെ പൂർത്തിയായി, ചില വീടുകൾ പിന്നെയും പൂർത്തിയാകാനുണ്ട്. പെയിന്റിംഗ് അടക്കമുള്ള നടപടികളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓടുമേഞ്ഞതടക്കമുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഈ 4 സോണുകളിലായി, പല ക്ലസ്റ്ററുകളിലായി നിരവധി വീടുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൽ നറുക്കെടുപ്പിലൂടെ തൊട്ടടുത്ത് തന്നെ ലഭിച്ച അയൽവാസികളുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് ചൂരൽമലയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സഹോദരങ്ങൾ ഒരുമിച്ച്, അതേപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ തന്നെ അത്രയും ഭാഗ്യത്തോടു കൂടി തന്നെ തൊട്ടടുത്ത വീടുകൾ ലഭിച്ച സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ തന്നെ 25-ലേക്ക് എത്തുമ്പോൾ അവർക്ക് ആ താക്കോൽ കയ്യിലേക്ക് കിട്ടുമല്ലോ എന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത, ഇത്തരത്തിലൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. മറ്റന്നാൾ 25-ന് നടക്കാനിരുന്ന താക്കോൽ കൈമാറ്റം, ആദ്യഘട്ട താക്കോൽ കൈമാറ്റം മാർച്ച് 1 മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 26-ന്, അതായത് 25-നാണ് മറ്റന്നാളാണ് ഈ സർക്കാർ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം നിശ്ചയിച്ചിരുന്നത്. 26-ന് കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്ത് തറക്കല്ലിടൽ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലായിരുന്നു. അതോടൊപ്പം തന്നെ 28-ന്, ഈ മാസം 28-ന് മുസ്ലിം ലീഗ് തൃക്കൈപ്പറ്റയിൽ പണി കഴിപ്പിച്ച 51 വീടുകളുടെ താക്കോൽ കൈമാറ്റം അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ നിലവിലെ സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വീടുകൾ സന്ദർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വീടുകൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ അത് പണി പൂർണ്ണമായും പൂർത്തിയായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങോട്ട് താമസം മാറാമെന്നുള്ള സ്ഥിതിയിലൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗ് അവിടെ കാര്യങ്ങളൊക്കെ തന്നെ നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഈ സർക്കാർ ടൗൺഷിപ്പിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷമടക്കം അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ താക്കോൽ ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഇനിയും എത്രയോ മാസങ്ങൾ എടുക്കുമെന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഏറെക്കുറെ പൂർത്തിയായി. പക്ഷേ വീണ്ടും ചില പ്രവർത്തികളൊക്കെ തന്നെ ബാക്കിയുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയത് കൊണ്ടാകണം അത്തരത്തിലൊരു ഈ താക്കോൽ കൈമാറ്റം വീണ്ടും 1 മാറ്റിയതെന്നും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വേദിയുടെ പ്രവൃത്തികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ആ വേദി ഒക്കെ തന്നെ പൂർത്തിയായി വരികയാണ്. ഇതോടൊപ്പം ഇപ്പോഴും നിലവിൽ ഈ സാഹചര്യം, ഈ പണികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ പണികൾ അങ്ങനെ തന്നെ തുടരും. 1-ാം തീയതിയിലേക്ക് കൂടുതൽ സമയം ലഭിച്ചു എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ സമയം എടുത്ത് ഈ പ്രവൃത്തികളൊക്കെ തന്നെ തീർത്ത് ഏറെക്കുറെ പൂർത്തിയാക്കി, ഒരു ഭൂരിഭാഗവും പൂർത്തിയാക്കി താക്കോൽ കൈമാറാനുള്ള ഒരു നീക്കമാണിപ്പോൾ സർക്കാർ നിലവിൽ നടത്തിയിരിക്കുന്നത് എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റന്നാൾ നടക്കാനിരുന്ന 25-ന് നടക്കാനിരുന്ന മുഖ്യമന്ത്രി താക്കോൽദാനം നിർവഹിക്കുന്ന ആദ്യഘട്ട താക്കോൽ കൈമാറ്റം, സർക്കാർ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം, ആ ചടങ്ങ് 25-ൽ നിന്നും മാർച്ച് 1 മാറ്റിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. ശ്രീനിധി, തീർച്ചയായും കാളിദാസൻ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ആ ഒരു ദിവസത്തിൽ നമ്മൾ കണ്ടതാണ്, ആ വീട് ലഭിച്ച മനുഷ്യരുടെ ആനന്ദാശ്രു നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഉദ്ഘാടന ദിവസം പ്രതിപക്ഷ നേതാക്കളെയും പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്രയും ഗംഭീരമായുള്ള ഒരു ഉദ്ഘാടനം നടത്തുമെന്ന് പറഞ്ഞൊരു സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന തീയതി മാറ്റിയെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിനെ മാത്രമല്ല ലോകം മൊത്തത്തിൽ ഉറ്റുനോക്കുന്ന ഒരു ഉദ്ഘാടന വേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ഉദ്ഘാടന തീയതി മാറ്റി എന്നത് വലിയൊരു ചോദ്യം തന്നെ ജനങ്ങൾക്കിടയിലുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.